എല്ലാരും കൂടെ ഒത്തു വന്നു. ഒരു കഷ്ണം കാച്ചില്, 2-3 കായ, ഒരു കപ്പ, ഒരു ചേമ്പ്. എന്തിനാന്നറിയാവോ? ഒരു പുഴുക്കുണ്ടാക്കിയാലോ? പുഴുക്കിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതാ കപ്പ ഞാന് സെപ്പറേറ്റ് വേവിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വേറും അതുപോലെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേമ്പും കാച്ചിലും നമ്മുടെ കായും കൂടെ ഒന്നിച്ചിട്ടങ്ങ് വേവിക്കാം. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഒരു നുള്ളു ഉപ്പിടണം. ചെറുപയറിലും പിന്നെ കപ്പയിലും ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. കറിവേപ്പില മൂടി വെക്കാം. ഇത് വെന്തോട്ടെ. കഷ്ണങ്ങളൊക്കെ വേകുന്ന സമയത്ത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു പിഞ്ച്, പിന്നെ കുറച്ച് കറിവേപ്പില, ചെറുജീരകം, കഷ്ണം ഇഞ്ചിയും, ഒരു 4 ഇള വെളുത്തുള്ളി എടുത്ത്, ചെറിയുള്ളി, കാന്താരി. ഇത്രയാണ്. ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം. അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മറ്റ് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇട്ട് കൊടുക്കാവേ. ചെറുപയർ ഇട്ട് കൊടുക്കാം. അരപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മുടെ അരപ്പിനും ആവശ്യമുള്ള മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറിക്കോട്ടെ. നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. മിക്സ് ചെയ്യാന്നുള്ളതാണ്. നന്നായിട്ട് കുത്തി ഉടച്ച് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു വറവും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ 2 വറ്റമുളക്, ഇച്ചിരി കറിവേപ്പില ഇട്ട് ചരിക്കുക. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി.